നമസ്കാരം, മിനിയാസ് ഫെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിനി സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1, ഞാനിവിടെ ഒരു വെളിച്ചെണ്ണയുടെ കവറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയെന്നല്ല സൺഫ്ലവർ ഓയിൽ, ഏത് ഓയിലാണെങ്കിലും നമ്മൾ ഇങ്ങനത്തെ കവറിൽ വാങ്ങിക്കുന്ന ആ ഒരു ഓയിൽ ഒഴിച്ച് കുപ്പികളിലൊക്കെ ആക്കിയതിന് ശേഷം ഈ കവർ നമ്മൾ വെറുതെ കളയാറാണ് പതിവ്. എന്നാൽ ഇനി മുതൽ അങ്ങനെ കളയണ്ട. ഇത് വെച്ചിട്ട് നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഓയിൽ കവർ ഞാൻ എൻ്റെ സൈഡൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഓയിലുണ്ട്. ഇതൊക്കെ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്നതാണ്. അപ്പോൾ അങ്ങനെ കളയാതെ കൊണ്ട് ഇതേപോലത്തെ നമ്മുടെ തടിയുടെ സ്പൂണും തവിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൂപ്പലൊക്കെ പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഈ ഓയിൽ കവറിനകത്തിട്ട് നല്ലതുപോലെ ഒന്നിങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ ഒരു എന്താ പറയുന്ന തവിയൊക്കെ നല്ല തിളങ്ങിയിരിക്കുകയും ചെയ്യും. പൂപ്പലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. വെയിലത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉണക്കിയതിന് ശേഷം ഇതേപോലെ അല്പം ഓയിലൊക്കെ ഇങ്ങനെ പുരട്ടി വെക്കുകയാണെങ്കിൽ ദീർഘനാൾ നല്ല പുതുമയോടുകൂടി തന്നെ നമ്മുടെ തവിയൊക്കെ ഇരുന്നോളും. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ലൊരു തിളക്കമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇനിയും ഉണ്ട് ഇത് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു സിസർ വെച്ചിട്ട് ഇതിൻ്റെ 3 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ നമുക്ക് കിട്ടും. ഇതുണ്ട് എന്തോരം ഓയിലുണ്ടെന്ന് നോക്കി ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള അടുത്തൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടോയ്ലറ്റിൻ്റെ ബാത്റൂമിൻ്റെയൊക്കെ ഡോറുകളിൽ ഈ വെള്ളമൊക്കെ ഇങ്ങനെ വീണിട്ട് അത് പറ്റി പിടിച്ചിട്ട് വൈറ്റ് കളറിൽ ഇങ്ങനെ പൊടി പോലെ ഉണ്ടാവും. ഇത് മിക്കവാറും ബോർവെൽ വാട്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഡോറിലെയൊക്കെ നമ്മൾ എത്രമാത്രം വൃത്തിയായിട്ട് കഴുകി എന്ന് പറഞ്ഞാലും അത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും ആ ഒരു വൈറ്റ് കളർ അങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഓയിൽ കവറൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഈ ഡോറിലൊന്ന് നല്ലതുപോലെ ഒന്ന് ഈ കവർ വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ആ ഒരു തിളക്കം കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു വൈറ്റ് കളറുള്ള ആ ഒരു പൊടിയൊക്കെ നമ്മൾ ഈ ഓയിൽ കവർ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ പോയിട്ടിട്ട് നല്ല പുത്തൻ പോലെ തിളങ്ങുന്നത് കണ്ടോ. ഇനിയിപ്പം ആ ഒരു വൈറ്റ് കളർ പൊടി ഇനി കാണത്തില്ല. അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊന്നോ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഇതുപോലെ ബാത്റൂമിൻ്റെയും ടോയ്ലറ്റിൻ്റെയൊക്കെ ഈ ഡോറിൽ ഇങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ. ഇതൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയാൻ വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പം തന്നെ നമുക്ക് എന്തുമാത്രം ഉപയോഗം കിട്ടിയെന്ന് നോക്കിക്കേ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 2, മുടി തിളക്കമുള്ളതാക്കാനും സോഫ്റ്റ് ആകാനും ഒക്കെ നാം പലവിധ ഉൽപ്പന്നങ്ങൾ ദിവസേന ഉപയോഗിക്കാറുണ്ട്. എന്നാലും മുടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അടിസ്ഥാന കാര്യം എന്താണെന്ന് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. മുടിക്ക് തിളക്കം, മൃദുലത എന്നിവയൊക്കെ കിട്ടുന്നതിന് മുന്നേ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുടിക്ക് വൃത്തിയുണ്ടോ എന്നുള്ളതാണ്. മുടി കഴുകിയാലും മാത്രം പോരാ, അതിലുപയോഗിക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങളും വൃത്തിയുള്ളതാകണം. അതിലൊന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ്. പലരുടെയും ചീപ്പിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. പലർക്കും അഴുക്ക് പിടിച്ച ചീപ്പ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്കുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. ഇതേപോലെ കുറച്ച് ടാൽക്കം പൗഡർ എടുത്തിട്ട് നമ്മൾ ഈ ചീപ്പിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊരു പഴയൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് നല്ലപോലെ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത് ഇതുകൊണ്ട് ഈ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ആ അഴുക്കെല്ലാം ഈസി ആയിട്ട് തന്നെ ഇളകി പോരുന്നതായിരിക്കും. നമ്മുടെ ചീപ്പ് നല്ലപോലെ വൃത്തിയാകുകയും ചെയ്യും കേട്ടോ. ഈ വൃത്തിയാക്കാത്ത ചീപ്പാണ് പല ആളുകളും ഉപയോഗിക്കുന്നത്. അതിലാണെങ്കിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കും ചെളിയും എല്ലാം ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ചീപ്പ് നമ്മൾ ഉപയോഗിച്ചാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നത്? തലയിൽ നിന്ന് ഊർന്നു പോരുന്ന മുടി ചീപ്പിൽ അധികമായിട്ട് വരുമ്പോൾ അത് മാത്രം ചിലർ വലിച്ചെടുത്ത് കളയും. എന്നാൽ ചെളിയും അഴുക്കും എല്ലാം അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. മുടി വൃത്തിയുള്ളതാകണമെങ്കിൽ നമ്മുടെ ചീപ്പും വൃത്തിയുള്ളതായിരിക്കണം. ചീപ്പ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇത്. സോപ്പും വെള്ളവും ബേക്കിംഗ് സോഡയും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ ചീപ്പ് വൃത്തിയാക്കാവുന്നതാണ്. എന്നാൽ അതിനും മടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇപ്പം നമ്മുടെ ചീപ്പ് നല്ല അടിപൊളിയായില്ലേ എന്ന് നോക്കിക്കേ. നിങ്ങൾ ആ പൗഡറിൽ നോക്കിയാലും മനസ്സിലാകും ആ ചീപ്പിലുണ്ടായിരുന്ന അഴുക്കുകളൊക്കെ ആ പൗഡറിലേക്ക് വന്നിട്ട് ആ പൗഡറിൻ്റെ കളർ മാറിയത് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് അഴുക്കാകുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ ചീപ്പൊന്ന് നിങ്ങൾ വൃത്തിയാക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ മുടിയുടെ ആരോഗ്യവും മറ്റു മുടിയുടെ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 3, നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗ്യാസൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ പെട്ടുപോകും അല്ലേ. അപ്പം ഞാനിതിപ്പം കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഗ്യാസ് തീർന്നു പോയിരുന്നു. അപ്പോൾ ഇതുപോലെ കടലക്കറി വെക്കാനായിട്ട് ഞാനിപ്പോൾ ഓവനെയാണ് ആശ്രയിക്കുന്നത്.
അപ്പോൾ ഇതുപോലെ ഞാൻ ഓവൻ ബേസ്ഡ് പാത്രത്തിലേക്ക് ഞാൻ കടല ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ 2-3 ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂടി ഇട്ടിട്ട് മൂടി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ ഓവനിലേക്ക് വെക്കുകയാണ്. ഓവൻ ഞാൻ 25 മിനിറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം വെന്ത് കിട്ടുമോ എന്ന്. അപ്പോൾ ഇതുകൊണ്ട് എന്തായാലും ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് വെളിയിലേക്ക് എടുത്തിരുന്നു. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഇതുപോലൊരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഗ്യാസൊക്കെ തീർന്നു പോയെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കടലയൊക്കെ വേവിച്ചെടുക്കാവുന്നുള്ളൂ. കടല, പയറ്, പരിപ്പൊക്കെ നമുക്ക് വേവിച്ചെടുക്കാവുന്നുള്ളൂ കേട്ടോ. ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ഞാൻ പോസ്റ്റ് ചെയ്തതാണേ. ടിപ്പ് നമ്പർ 4, ഞാനിവിടെ 2 ഉണക്ക തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ തേങ്ങയൊക്കെ എടുത്ത് പൊട്ടിച്ച് ചിരകി എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ തേങ്ങ എടുത്തിട്ട് ഈ തേങ്ങയുടെ പുറത്ത് ഈ നിൽക്കുന്ന നാരുകളെല്ലാം നമ്മൾ പൊട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതെല്ലാം വൃത്തിയാക്കണം. ഇതെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് പറിച്ച് കളഞ്ഞതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ കണ്ടോ, ഒരുപാട് ആ ഒരു തേങ്ങയുടെ ആ ഒരു ചവരെല്ലാം വീഴുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ പൊട്ടിച്ച് ചിരകുകയാണെങ്കിൽ ഇത് നമ്മൾ ചിരകി എടുക്കുന്ന സമയത്ത് തേങ്ങ നമ്മുടെ കയ്യിലിട്ട് നമ്മൾ കറക്കുമല്ലോ, അപ്പോഴത്തേക്കിനും ഇതെല്ലാം തേങ്ങയിലേക്ക് വീഴും. അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഉണക്ക തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ചിരട്ടയിൽ നിന്നും അത് അടർന്നു പോരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണക്ക തേങ്ങയാണ് പൊട്ടിക്കുന്നതെങ്കിൽ അല്പസമയം ഇതുപോലെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷം പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് പൊട്ടിക്കിട്ടും. ഇതുകൊണ്ടോ, ഇപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊട്ടിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. 2 തേങ്ങയും ഒട്ടും തന്നെ അടർന്നു പോകാതെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമ്മളിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് അധികം തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിരകി വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പണി പകുതി കുറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് സമയം കിട്ടുമ്പം അധികം തേങ്ങ ഇതുപോലെ ചിരണ്ടി വെക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജോലി പകുതിയായി കുറയും. അതുപോലെ തന്നെ ഈ ചിരട്ടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ തേങ്ങയെ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയരുത്. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് അത്യാവശ്യം അതിൽ നിന്നും മുഴുവനും നമുക്കിങ്ങനെ ചിരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയരുത്. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു കറി വെക്കുന്ന സമയത്ത് ഓടിപ്പോയിട്ട് തേങ്ങ ചിരകി എടുക്കേണ്ട ആവശ്യം വരത്തില്ല. നമ്മുടെ പകുതി പണി കുറയും തേങ്ങ ചിരണ്ടുന്നത് ഒന്ന് ഒഴിവായി കിട്ടുകയാണെങ്കിൽ. അപ്പം ഈ ഒരു രീതിക്ക് നമ്മൾ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ പണി പകുതി കുറയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 5, ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലൂടെ ഞാൻ ഇതേപോലെ ചെറിയൊരു കഷ്ണം മെഴുകുതിരിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും മെഴുകുതിരി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു പീസാണ് എടുക്കുന്നത്. എന്നിട്ട് ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാനത് മുഴുവനും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തപ്പം ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 സ്പൂൺ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കുറച്ച് വാസലിൻ. അപ്പോൾ ഇതാ രണ്ടും ഞാൻ ഈ ഒരു അളവിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം, ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ചെറിയ ബൗളൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് നല്ലതുപോലെ ഒന്ന് ഉരുക്കി വരുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വാസലിനും മെഴുകും എല്ലാം കൂടി ഈ ഒരു രീതിക്ക് കിട്ടി. ഇനി നമുക്കിത് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു ചൂട് കുറയുന്നതിനനുസരിച്ച് ഇത് നമുക്ക് കട്ടയായിട്ട് വരും. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും കട്ടയാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലോട്ടൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊന്ന് വൈറ്റമിൻ ഇ ഒന്ന് പൊട്ടിച്ചിട്ട് അതിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതോടൊപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സും കൂടെ ചെയ്ത് കൊടുക്കണം. ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും നന്നായിട്ട് ഇതിനകത്തൊന്ന് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ ഇതുകൊണ്ട് തണുത്ത് വരുമ്പോഴേക്കും ഇതിങ്ങനെ ഉറഞ്ഞു വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതുകൊണ്ട് എല്ലാം കൂടി ഇപ്പം നല്ലതുപോലെ മിക്സായി കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞുകാലം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിലെയും കയ്യിലെയും ഒക്കെ സ്കിൻ അങ്ങോട്ട് വല്ലാണ്ട് കട്ടിയായി പരിപരുത്തതായിട്ട് തീരും. അപ്പോൾ അങ്ങനെ വരാതെ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു റെമഡിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു മെഴുക് ഇതേപോലെ നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത്, നമ്മളെ കയ്യിലോ കാലിലോ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണിത്. പ്രത്യേകിച്ച് പ്രായമായവരുടെ കാലിലെ ആ ഒരു സ്കിന്നൊക്കെ പൊട്ടി വിണ്ട് കീറി ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കീറിയിരിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ സൂപ്പർ ടിപ്പാണിത്. അപ്പോൾ ഇത് ഞാനിപ്പം അമ്മയുടെ കാലിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും സ്കിന്നൊക്കെ ഒത്തിരി അങ്ങോട്ട് കട്ടിയായിട്ടുണ്ട്. മഞ്ഞുകാലം തുടങ്ങിയപ്പോൾ തന്നെ കട്ടയായിപ്പോയ മെഴുക് നമ്മളിതുപോലെ വീണ്ടും ഒന്ന് ചൂടുവെള്ളത്തിലോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വീണ്ടും അത് ഉരുക്കി കിട്ടും. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് കാലിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരിയ ഒരു ചൂടേ ഉള്ളൂ, ഒത്തിരി ചൂടൊന്നുമില്ല. നമ്മൾ ഈ ചൂടുവെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ലൊരു നേരിയൊരു ചൂട് മാത്രം.
അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ കാലിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഡെത്ത് സ്കിൻ എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലിൽ ഇതുപോലെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാലിൻ്റെ ഉള്ളംകാലിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കട്ടയാകുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചൂടുവെള്ളത്തിലൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 2 കാലിലും ഇതുപോലെ തന്നെ ചെയ്യുക. നമ്മളിതിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, അതുപോലെ തന്നെ വാസലിനുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മെഴുകും നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. 10-20 മിനിറ്റ് നമ്മളിത് കാലിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുക. അതിനുശേഷം ഒരു ടവൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈവച്ചിട്ടോ പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് പൂർണ്ണമായിട്ടും ഇളകി പോരുന്നതായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി ഒരു ടവലൊക്കെ വെച്ചൊന്ന് തുടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇളകി പോകുന്ന ഈ ഒരു മെഴുക് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. ഈ മെഴുക് നമ്മൾ എടുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിരുന്നാൽ നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്കിത് ഇതേപോലെ ഉരുക്കി ചൂടാക്കി ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം സ്കിന്നൊക്കെ നേരത്തെക്കാട്ടിലും നല്ലതുപോലെ ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്. ആ ഡെഡ് സ്കിന്നെല്ലാം റിമൂവ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ പ്രായമായ പേരൻസിനൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഈ മഞ്ഞുകാലത്ത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ആശ്വാസമായിരിക്കും. ഉപ്പൂറ്റിയൊക്കെ വെണ്ട് കീറിയിട്ടുള്ളവർക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു റെമഡിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.